ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമുക്ക് ലീവുള്ള ദിവസം നമ്മൾ രാവിലെ എണീക്കും. ഒരാവശ്യമില്ലെങ്കിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത്. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര, ലോകം അവസാനിക്കാറായോ? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പം പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കുറേ നേരം അവിടെയൊക്കെ ഒന്ന് നടന്നതിന് ശേഷം പല്ലൊക്കെ തേച്ച് നല്ല ഗുഡ് ബോയ് ആയിട്ട് എൻ്റെ ചെറുക്കനെയൊക്കെ രാവിലെ ഒന്ന് പോയി കണ്ട്, രാവിലെ അവനെ ഒന്ന് കണ്ട് ഒന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് നേരെ അകത്തോട്ട് കയറിയപ്പം അമ്മ രാവിലെ ചായക്കൊക്കെ വെള്ളം വെച്ചേക്കുവാണ്. അപ്പോൾ ചായ കിട്ടാൻ സമയം എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ പോയി ഹോളിലോട്ടൊന്ന് ഇരുന്നു. കുറച്ച് നേരമായിട്ടും ചായ കാണാനപ്പോൾ ഞാൻ അമ്മയെന്നൊന്ന് വിളിച്ചു. അമ്മേ, പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ടീയാ. ദൈവം സഹായിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല, രാവിലെ ചായ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ടീ അല്ല കേട്ടോ, നല്ല പാൽ ചായയാണ് രാവിലെ കുടിക്കുന്നത്. നിങ്ങളെൻ്റെ കൈയുടെ പരുവം കണ്ടോ ഗൈസ്? ഇപ്പോൾ ഏകദേശം ഒരു ഡബിൾ ഷെയ്ഡോ ട്രിപ്പിൾ ഷെയ്ഡോ ഒക്കെയാണ് എൻ്റെ കൈ. ഇതാണ് എൻ്റെ ഒറിജിനൽ കളർ, പക്ഷേ ഇതിൻ്റെ പരുവം കണ്ടോ ആകെപ്പാടെ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഒരു പൊടിക്കൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ വെളുക്കണം നന്നായി. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടൊന്നും വെളുക്കുമെന്ന് വിചാരിക്കണ്ട. യൂത്ത് പൊടിക്കൈകളാണ് ഗുയിസ്. ഞാൻ വെളുത്തില്ലെങ്കിൽ അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ദിവസം കൊണ്ട് വെളുത്തിട്ട് അങ്ങനെ വരത്തില്ല. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞാൻ ഇപ്പം വെളുക്കണം. അമ്മ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വെളുക്കത്തൊന്നും ഇല്ല ഒറ്റയടിക്കൊന്നും. പിന്നെ ടാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറുമായിരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു വണ്ടി എടുത്തൊന്ന് പുറത്തോട്ട് പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന്. കാരണം ഇന്നലെ വൈകുന്നേരം വണ്ടി ഒന്ന് ഓഫായി പോയായിരുന്നു, പെട്രോൾ തീരെ കുറവാണെന്ന് തോന്നി. ഇൻഡിക്കേറ്റർ വൈസ് പെട്രോൾ കാണിക്കുന്നുണ്ട്, പക്ഷേ പെട്രോൾ തീരെ കുറവായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വണ്ടി ചവിട്ടി ഒരു രക്ഷയില്ല, ആശാൻ ഓൺ ആവുന്നില്ല. അങ്ങനെ ആ ദൗത്യം അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി മഴ. അപ്പോൾ ഇന്നത്തെ ദിവസം പുറത്തോട്ടുള്ള ഇറക്കമൊക്കെ കണക്കാണെന്ന് മനസ്സിലായി.